പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു വലിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അത് ദൈവവചനം വായിക്കുന്നവർക്കറിയാം. ഇന്ന് ലോകത്തിൽ ശക്തമായി ജനം ആരാധിച്ചു വരുന്ന മറിയ ആരാധന, അത് തികച്ചും ബൈബിൾ പ്രകാരം ഇപ്രകാരം ഒരു വണക്കവും ആരാധനയും കൊടുക്കാൻ മറിയം യോഗ്യതയുള്ളവളല്ല എന്ന് ബൈബിൾ വായിക്കുന്നവർക്കറിയാം. എന്നാൽ ബൈബിളിൽ മറിയത്തിന് ദൈവത്തിൻ്റെ മാതാവെന്നോ പരിശുദ്ധ അമ്മയെന്നോ നിത്യകന്യകയെന്നോ അങ്ങനെ ഒരു പേര് ഒരിടത്തുമില്ല. മരിച്ചതിന് ശേഷം മറിയം ഉയർത്തെഴുന്നേറ്റുവെന്നോ സൂചിപ്പിക്കുന്നതായിട്ട് ഒരു വാക്ക് പോലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ബൈബിൾ വായിച്ചിട്ടുള്ള പുസ്തകം ബൈബിളാണ്. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകവും ബൈബിൾ തന്നെയാണ്. ഏറ്റവും വായിക്കാൻ ഇഷ്ടപ്പെടുന്നതും ബൈബിൾ തന്നെയാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കർത്താവായ യേശുക്രിസ്തു ഒഴികെ ആരും ഇന്ന് വരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രവുമല്ല, സ്വർഗത്തിൽ സ്ത്രീകൾ ഇല്ല എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. അത് അവർ സ്വർഗത്തിൽ അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ അവർ ദൂതതുല്യരും ദൈവപുത്രന്മാരും ആയിരിക്കും എന്ന് യേശു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, മരിച്ചതിന് ശേഷം പുനരുത്ഥാനം ചെയ്യുന്ന ദൈവപുത്രന്മാരായി തീരുവാൻ നിയോഗമുള്ളവർ ഈ ലോകത്തിൽ വെച്ച് ദൈവത്തിൻ്റെ പുത്രിമാർ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പുത്രിമാരുണ്ട്, പുത്രന്മാരുമുണ്ട്. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. അങ്ങനെ എങ്കിൽ സ്വർഗത്തിൽ സ്ത്രീകളില്ല. അപ്പം മറിയം മരിച്ച് സ്വർഗത്തിൽ പോയി എന്ന ഒരു വ്യാജ വാർത്ത കത്തോലിക്കരുടെ ഇടയിൽ പ്രചരിച്ചു. അങ്ങനെയാണെങ്കിലും സ്വർഗത്തിൽ ആരും ഉയർത്തി പോയിട്ടില്ല. അത് സത്യം, യഥാർത്ഥ സത്യം അങ്ങനെയാണ്. എങ്കിലും ഇനി അഥവാ ദൈവത്തിൻ്റെ കണ്ണുവെട്ടിച്ച് സ്വർഗത്തിൽ പോയാൽ പോലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ദൈവപുത്രനാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ മറിയ ആരാധനയ്ക്ക് എന്ത് പ്രാധാന്യതയാണുള്ളത്? ഒരു പ്രാധാന്യതയും ഇല്ല എന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ വളരെ വ്യക്തമായി ലോകത്തോട് അറിയിച്ചു. ഒന്ന്, മറിയത്തിന് മധ്യസ്ഥത ഇല്ല, യാതൊരു വിധത്തിലും മധ്യസ്ഥത വഹിക്കാൻ യോഗ്യതയുമില്ല എന്ന് വ്യക്തമായിട്ട് സകല ജനത്തോടും വിളിച്ചു പറഞ്ഞു. എന്നിട്ടും മറിയ ഭക്തിക്ക് ഒരു കുറവും വരുന്നില്ല. പോപ്പല്ല, ഈ ലോകത്തിലുള്ള ഒന്നടങ്കം പുരോഹിതന്മാരോ ആരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ മറിയത്തിന് കൊടുക്കേണ്ട വണക്കോ ആരാധനയും കൊടുത്തുകൊണ്ടിരിക്കുമെന്നുള്ള ശാഠ്യത്തോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ന് എവിടെ നോക്കിയാലും ലോകത്തിൽ വലിയ ഗംഭീരമായ പള്ളികളും സ്ഥാപനങ്ങളും മറിയത്തിൻ്റെ പേരിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. അവിടെയെല്ലാം ജനകോടികൾ മറിയത്തിന് ആരാധനയും വണക്കവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തുന്നതും കാണാം. മറിയത്തിൻ്റെ പേരിൽ വലിയ അത്ഭുതങ്ങളൊക്കെ ഇന്നും ധാരാളമായി നമ്മുടെ ഇടയിൽ നടക്കുന്നുമുണ്ട്. ക്രൈസ്തവ ഭവനങ്ങളിൽ, ഭൂരിഭാഗം ക്രൈസ്തവ ഭവനങ്ങളിലും സന്ധ്യയ്ക്കും പ്രഭാതത്തിനുമൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും മറിയത്തോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം മറിയം ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല എന്നൊരു സത്യം അവർ തിരിച്ചറിയുന്നില്ല. അത് ഇങ്ങനെ ആരാധിക്കാനുണ്ടായ ഒരു തെറ്റായ ചിന്ത വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ മറിയ മലനാട്ടിലുള്ള
സെക്കരിയാവിൻ്റെ ഭാര്യ എലിശബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി. ആ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എലിശബത്ത് 6 മാസം ഗർഭിണിയായിരുന്നു. യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്, സ്നാപയോഹന്നാന്. അപ്പം മറിയം എലിശബത്തിനെ കണ്ടപ്പോൾ എലിശബത്തിനെ വന്ദനം ചെയ്തു. മറിയത്തിൻ്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിശബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവൻ തുള്ളിച്ചാടി. അപ്പോൾ പരിശുദ്ധാത്മാവിൽ തന്നെ എലിശബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്ക വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി? നിൻ്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദരത്തിൽ പിള്ള തുള്ളിച്ചാടി എന്ന് എലിശബത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്ക വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ഈ ഒരു വാക്ക് വെച്ച് മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് എലിശബത്ത് പറഞ്ഞു എന്ന ഒരു പ്രസ്താവന ഈ ലോക പണ്ഡിതന്മാരുടെ എല്ലാം ഇടയിൽ വലിയ ചർച്ചാ വിഷയം, ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും ചർച്ചയും സംവാദമൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മത നേതൃത്വം മറിയത്തിന് ദൈവമാതാവ് എന്നുള്ള പേരും കൊടുത്തു. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു പേരില്ലേ ഇല്ല. ബൈബിളിൽ മറിയത്തിന് ഒരു സാധാരണ സ്ത്രീയിൽ കവിഞ്ഞ യാതൊരുവിധ പ്രാധാന്യതയുമില്ല. അവരുടെ ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, മരിക്കേണ്ട പ്രായമാകുമ്പോൾ എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെ തന്നെ ആ സ്ത്രീ മരിച്ചുപോയി. പക്ഷേ ഇന്ന് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യരുടെ ഇന്ന് വെളിപ്പെടുന്ന മറിയം യേശുവിൻ്റെ അമ്മയായ മറിയം അല്ല. ഇനി എന്തുകൊണ്ട് എലിശബത്ത് പറഞ്ഞ ഈ വാക്കിന് പ്രകാരം മറിയത്തിനെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, അങ്ങനെ വിളിക്കാമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാടില്ല? യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്ന കാലം അത്രയും പിതാവായി ദൈവത്തെ മാത്രമേ ദൈവമെന്ന് പറഞ്ഞിട്ടുള്ളൂ. യേശു ഒരിക്കലും താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടില്ല. ഒരു കാരണവശാലും യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നീ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അവൻ അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അല്ലാതെ അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടുമെന്നോ ദൈവമെന്ന് വിളിക്കപ്പെടുമെന്നോ എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, ദൈവമാതാവെന്നോ ദൈവത്തിൻ്റെ അമ്മയെന്നോ പരിശുദ്ധ അമ്മയെന്നോ ഒരു വാക്ക് ഒരിക്കലും മറിയെക്കുറിച്ച് ബൈബിളിൽ ഉച്ചരിച്ചിട്ടില്ല. കർത്താവിൻ്റെ അമ്മ എന്ന് എലിശബത്ത് പറഞ്ഞത് പരിശുദ്ധാത്മാവിലാണല്ലോ എന്ന് പറയുമ്പോൾ, യേശുവിനെ മനുഷ്യൻ്റെ ഇടയിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് തന്നെയാണ് പിതാവായി ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിവുള്ളവനും പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി ക്രൂശുമരണം വഹിച്ച് മനുഷ്യനെ പാപത്തിന് വിമോചിപ്പിക്കാനായി ലോകത്തിൽ വന്നവരെന്നും അർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവെന്നും കർത്താവെന്നും അർത്ഥമുണ്ട്. എല്ലാ കാലവും യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവ് തന്നെയാണ്. പക്ഷേ അവൻ മനുഷ്യപുത്രനായതുകൊണ്ട് മനുഷ്യൻ്റെ പാപം മോചിപ്പിക്കാൻ അവൻ കടപ്പെട്ടവനുമായതുകൊണ്ട് മനുഷ്യൻ്റെ ഇടയിൽ ഇറങ്ങി വന്നു, മനുഷ്യൻ്റെ പാപത്തിന് മോചനം തന്നു. മാത്രമല്ല തിരുവചനം പിന്നെയും പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുത്തനത്രേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ.
മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി തന്നെത്താൻ മറുപടിയായി ഏൽപ്പിച്ചു കൊടുത്ത യേശുക്രിസ്തു തന്നെ. വേറെ ഒരു മധ്യസ്ഥൻ ഇല്ല. യേശു ഒരേ സമയം ദൈവത്തിന് ബോധ്യമുള്ളവനും മനുഷ്യരെ പാപത്തിന് വിടുവിക്കുവാനായിട്ട് ഇറങ്ങി വന്നവനും മനുഷ്യർക്കും ബോധ്യമുള്ളവൻ ദൈവത്തിനും ബോധ്യമുള്ളവനായ ഇരുകൂട്ടരുടെ മധ്യേ സ്വീകാര്യനായ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. വേറൊരു മധ്യസ്ഥനും ഇല്ല. ഇനി മധ്യസ്ഥം വഹിക്കാനാണെങ്കിൽ പോലും മരിച്ചുപോയ ഒരൊറ്റ മനുഷ്യനും ഇന്ന് വരെ ഉയർത്തെഴുന്നേറ്റുമില്ല. അതുകൊണ്ട് ഇന്ന് മാത്രമല്ല, മരിച്ചുപോയ ഒരു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു ലാസറിൻ്റെയും ധനവാന്റെയും സംഭവം പറയുമ്പം ഇങ്ങനെ പറയുന്നുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ നിന്ന് ആരും ഭൂമിയിലോട്ട് പിന്നെ ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയരെ, ഇതുവരെ മരിച്ചുപോയ യാതൊരു മനുഷ്യനും യേശുക്രിസ്തു ഒഴികെ ആരും ജീവിക്കുന്ന മനുഷ്യൻ്റെ ഇടയിൽ വന്നിട്ടേയില്ല. അതുകൊണ്ട് ഇന്ന് മറിയത്തിൻ്റെ പേരിൽ നടക്കുന്ന ആരാധനയും അത്ഭുതങ്ങളും ഈ പ്രാർത്ഥനയും എല്ലാം ദൈവവചനവുമായി ബന്ധമുള്ളതല്ല എന്നും ദൈവത്തിന് മനസ്സറിവില്ലാത്തതാണെന്നും മാത്രം മനുഷ്യൻ തിരിച്ചറിയുക. ബൈബിള് വായിച്ചാൽ അങ്ങനെ ഒരു ദൈവമാതാവും ഇല്ല. യേശുക്രിസ്തു രക്ഷിതാവാണ്, കർത്താവാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് യേശു കർത്താവ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വചനപ്രകാരം യേശുക്രിസ്തു മനുഷ്യപുത്രനാണ്. അവിടുന്ന് മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവാണ്, പ്രഭുവാണ്, കർത്താവാണ്. പക്ഷേ അത്യുന്നതനായ ദൈവമല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ മാത്രമാണ്. വേറെ മധ്യസ്ഥനില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മാതാവെന്നോ പരിശുദ്ധ അമ്മയെന്നുള്ള വാക്കൊന്നും ബൈബിളിൽ ഇല്ല എന്നൊരു സത്യവും തിരിച്ചറിയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.